മദേഴ്സ് ഡേയോടുള്ള ബന്ധത്തിൽ സായി തന്റെ അമ്മയ്ക്ക് എഴുതിയ കത്ത് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുവാൻ വേണ്ടി ജിത്തുബായിയും സ്നേഹയും കൂടി സീക്രട്ട് ഏജന്റ് ചാനലിനകത്ത് വരികയും അവർ റിവ്യൂ പറയുകയും ചെയ്തു. പക്ഷേ ആ റിവ്യൂവിന്റെ അടിയിൽ വന്നിരിക്കുന്ന കമന്റ് അവരെ വറുത്ത് പൊരിക്കുന്ന കമന്റുകളാണ്. സായിയുടെ കത്തിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് സ്നേഹയും ജിത്തുബായും സംസാരിക്കുന്നില്ല. പക്ഷേ സായിക്കുണ്ടായ മാനസാന്തരത്തെ നന്നായിട്ട് ഭാര്യയും കൂട്ടുകാരനും കൂടി പരിഹസിക്കുന്നുണ്ട്. അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇയാൾ പുറത്തിറങ്ങി വന്നു കഴിയുമ്പോഴേക്കും സീക്രട്ട് ഏജന്റ് എന്നുള്ള ഈ ചാനൽ നെയിം തന്നെ മാറ്റിയിട്ട് പകരം സായി കൃഷ്ണ എന്നാക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല, ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക്, അടിച്ചു പൊളിച്ച് തകർത്ത് മനുഷ്യത്വമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന പല ആൾക്കാർക്കും ഒരു മാനസാന്തരത്തിനുള്ള നല്ല പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. അതുകൊണ്ട് നിങ്ങൾ ബിഗ് ബോസിലേക്ക് പോകൂ, പോയതിനു ശേഷം നല്ലൊരു മനുഷ്യനായി പുറത്തു വരൂ എന്നുള്ള ഒരു പരിഹാസവും കൂടി സായിക്കെതിരായിട്ട് സ്നേഹയും നമ്മുടെ ജിത്തുബായിയും കൂടി പറയുന്നുണ്ട്. ഈ വീഡിയോ തീർന്നപ്പോഴേക്കും ഇത്രയും നാളും സീക്രട്ട് ഏജന്റ് എന്ന സായിക്കെതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന പല ആൾക്കാരും സ്നേഹയ്ക്കെതിരായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോഴാണ് ശരിക്കുമുള്ള സീക്രട്ട് ഏജന്റ് ആരാണ് എന്ന് മനസ്സിലായത്. സായി വെറും പാവം മനുഷ്യനാണ്, എന്നാൽ സ്നേഹയായിരുന്നു സീക്രട്ട് ഏജന്റ്. അമ്മയുടെയും ഭാര്യയുടെയും ഇടയിൽ കിടന്ന് വീർപ്പ് മുട്ടുന്ന സായി ഒന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ബിഗ് ബോസിനകത്തേക്ക് പോയത്. നഷ്ടപ്പെട്ടു പോയ സായി കൃഷ്ണയെ ബിഗ് ബോസിനുള്ളിൽ വെച്ച് അയാൾ കണ്ടെത്തി. അയാൾക്കതിനെ മടക്കി പിടിക്കുവാൻ കഴിഞ്ഞു. പക്ഷേ അതിനെ കണക്കിന് പരിഹസിക്കുന്ന ഭാര്യയ്ക്ക് ഇതെങ്ങനെ ചെയ്യാൻ തോന്നുന്നു എന്നുള്ളതാണ് ഒരു കൂട്ടം ആൾക്കാരുടെ സംശയം. സ്വന്തം ഭർത്താവ് ജീവിതത്തിൽ അനുഭവിച്ച പല ദുഃഖങ്ങളും സത്യസന്ധമായി പ്രേക്ഷകരുടെ മുമ്പിൽ തുറന്നു പറയുമ്പോൾ അതിനകത്തെ പല കാര്യങ്ങളും തോണ്ടിയെടുത്തു കൊണ്ടുവന്നിട്ട് അയാളെ പരിഹസിക്കുവാൻ വേണ്ടി നിൽക്കുന്ന സ്നേഹ ഒരു നല്ല ഭാര്യയാണോ? സായി ഒരിക്കലും ഈ കത്ത് ഗെയിമിന്റെ ഭാഗമായിട്ട് വായിച്ചതാണെന്നും ക്രിയേറ്റ് ചെയ്തതാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അയാൾ ഉള്ളിൽ തട്ടി പറഞ്ഞത് തന്നെയാണ്. സ്നേഹയുടെ യഥാർത്ഥ മുഖം എന്താണ് എന്നുള്ളത് സായി ഇവിടെ അറിയാതെ തന്നെ തുറന്നു കാട്ടുകയായിരുന്നു. സായിക്ക് വേണ്ട തരത്തിൽ തന്റെ അമ്മയെ സ്നേഹിക്കുവാനും അമ്മയുമായി അടുത്തിടപഴകുവാനും ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കൺഫെഷൻ താൻ അവിടെ നടത്തുന്നുണ്ടായിരുന്നു. അതിന്റെ പിൻപിലെ പ്രധാന ചാലക ശക്തി, അതായത് സായിയെയും അമ്മയും തമ്മിൽ അകറ്റിയത് സ്നേഹയാണ് എന്നുള്ള ഒരു വലിയ കുറ്റാരോപണമാണ് പല ആൾക്കാർക്കും പറയുവാനുള്ളത്. ഭർത്താവിനെതിരെ ഭാര്യ അടിച്ച തഗ് ഡയലോഗുകൾക്കിടയിൽ ഒന്നിങ്ങനെയായിരുന്നു. പുറത്തെത്തിയതിനു ശേഷം അയാൾ പറഞ്ഞേക്കും ഇതും എൻ്റെ ഗെയിമായിരുന്നുവെന്ന്. അപ്പോൾ ഏകദേശം സായിയുടെ ഭാര്യയ്ക്ക് സായിയെക്കുറിച്ച് നല്ല ധാരണയുണ്ട് എന്നുള്ളതാണ്. ഒരാളുടെ കമന്റ് ഇങ്ങനെയാണ് വന്നത്, തിരിച്ചെത്തുന്ന സായിയെ കാത്തിരിക്കുന്നത് സമാധാനമല്ല എന്ന് മനസ്സിലാക്കുന്നവർ എത്ര പേരുണ്ട്? റിവ്യൂ പറയുവാൻ കാറിലേക്ക് കയറുന്ന സായിയെ സ്നേഹ ബോംബ് വെച്ച് കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു. പ്രേക്ഷകരായി നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ കയറി നോക്കിയാൽ മനസ്സിലാകും, വളരെ ടോക്സിക് ആയിട്ടുള്ള ധാരാളം കമന്റുകൾ കൊണ്ട് ആ കമന്റ് ബോക്സ് ഇങ്ങനെ നിറഞ്ഞു കവിയുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരിയായിട്ട് സ്നേഹയാണ് എല്ലാ ആൾക്കാരും ഉയർത്തി കാണിക്കുന്നത്. ചുരുക്കത്തിൽ സായി കൃഷ്ണൻ എന്ന് പറയുന്ന ആ വ്യക്തി എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ സീക്രട്ട് ഏജന്റ് ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസിൽ വന്നു കയറിയതിനു ശേഷമാണ് ആ നഷ്ടപ്പെട്ടു പോയ പഴയ മനുഷ്യനെ എനിക്ക് മടക്കി കിട്ടിയത്. ഇനി എനിക്ക് സീക്രട്ട് ഏജന്റിനെ വേണ്ട, സായി കൃഷ്ണയെ മതി എന്നൊക്കെ അയാൾ പറയുമ്പോൾ ഇന്നലെ വായിച്ച കത്തുമായിട്ടാണ് അവരതിനെ കൂട്ടിയോജിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. അമ്മയുടെയും ഭാര്യയുടെയും ഇടയിൽ കിടന്ന് നട്ടം തിരിഞ്ഞ് സമാധാനമില്ലാതെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ ഒരു ജീവിതമാണ് സായിയുടേത്. അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ട് ഓടിക്കയറുവാൻ കിട്ടിയ ഒരു തുരുത്തായിരുന്നു ബിഗ് ബോസ്. ഇനിയിപ്പോൾ ബിഗ് ബോസിൽ നിന്നും അയാൾ ഇറങ്ങി വരുന്നത് പുതിയൊരു മനുഷ്യനായിട്ടായിരിക്കും. അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പുതിയൊരു മനുഷ്യനായിട്ടാണെന്നുണ്ടെങ്കിൽ അമ്മയെയും ഭാര്യയെയും അയാൾ ഒരിക്കലും ജീവിതത്തിൽ സ്വീകരിക്കുവാൻ സാധ്യതയില്ല എന്നും കൂടി നമുക്ക് വായിക്കാൻ കഴിയണം. നഷ്ടപ്പെട്ടു പോയ സായി കൃഷ്ണയെയാണ് ഞാൻ കണ്ടെത്തിയത്. സീക്രട്ട് ഏജന്റിനെ ഇനി എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അമ്മയുടെയും ഭാര്യയുടെയും മുൻപിൽ താൻ സീക്രട്ട് ഏജന്റ് ആയിട്ടല്ലല്ലോ നിൽക്കുന്നത്, ആണോ? 24 മണിക്കൂറും സോഷ്യൽ മീഡിയയും കണ്ടവരുടെ എല്ലാം സ്വകാര്യതയിലേക്ക് എത്തി നോക്കിക്കൊണ്ടുള്ള ജീവിതവും അങ്ങനെ ഒരു മൃഗതുല്യമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരനുഭവം തനിക്ക് തന്നെക്കുറിച്ച് തന്നെ ഫീൽ ചെയ്യുവാൻ തുടങ്ങി. എല്ലായ്പ്പോഴും നെഗറ്റിവിറ്റി മാത്രമാണ് തൻ്റെ ഹൃദയത്തിനകത്തിരിക്കുന്നത്. പണമുണ്ടാക്കുവാൻ വേണ്ടി ആരെക്കുറിച്ചും എന്ത് അപവാദവും പറഞ്ഞു പരത്താം എന്നുള്ള ഒരു രീതിയിലേക്ക് തൻ്റെ ജീവിതം വഴിമാറിപ്പോയിട്ടുണ്ട്. ശരിക്കും ആ മനുഷ്യൻ മടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനകത്തുനിന്ന് വരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ വായിച്ച കത്തുമായിട്ട് എല്ലാവരും ഇതിനെ കണക്ട് ചെയ്യുവാൻ ശ്രമിക്കുന്നത് പോലെ ഒരു തോന്നൽ വരുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ പ്രശ്നങ്ങൾ എവിടെയാണ് ഇല്ലാത്തത്? നമ്മുടെ നാട്ടിലെ ഏകദേശം 90% കുടുംബങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ്. സ്വതന്ത്രമായ ആശയങ്ങളും വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളുമുള്ള ആൾക്കാർ തമ്മിൽ ഒരു വീട്ടിൽ
പാർക്കുന്ന സമയത്ത് അത് അമ്മായിയമ്മയും മരുമോളുമാകാം, ഭാര്യയും ഭർത്താവുമാകാം, മക്കളും അപ്പനും അമ്മയും ഒക്കെ ആകാം, പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. അതിനകത്ത് വേഗത്തിൽ സോൾവ് ആകാൻ സാധ്യതയില്ലാത്തൊരു മേഖലയാണ് ഈ അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള പ്രശ്നങ്ങൾ. കാരണം രണ്ടുപേരുടെയും ഈഗോ അവിടെ ഹേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ആരെ സപ്പോർട്ട് ചെയ്യണം, ആരെ തള്ളിക്കളയണം എന്നറിയാതെ കുഴയുന്ന ഒരു മനുഷ്യനായിട്ട് ഈ ഭർത്താവ് വേഷം കിട്ടുന്ന ആൾ മാറിപ്പോകും എന്നുള്ളതും സ്വാഭാവികമാണ്. ഇത് അയാൾ പറയാൻ പാടില്ലായിരുന്നു അവിടെ, പക്ഷേ എന്തോ അയാൾ തുറന്നങ്ങ് പറഞ്ഞുപോയി. എന്തായാലും ഇപ്പോൾ സ്നേഹയെ മുഴുവൻ ആൾക്കാരും ഒരു പൂതനയായിട്ട്, താടകയായിട്ട്, ഭയങ്കരിയായിട്ട്, ഒരു ഭദ്രകാളിയായിട്ട് ഒക്കെ ചിത്രീകരിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. ഒരു കൂട്ടം ആൾക്കാർ സായിക്കെതിരെയും സംസാരിക്കുന്നുണ്ട്. ഈ ഒരു തുറന്നു പറച്ചിൽ എന്തായാലും അവർക്ക് കിട്ടിയ ഒരു നല്ല വഴി തന്നെയാണ്. രണ്ട് കാലിലും മന്ത് വെച്ചിട്ടാണ് പുറത്ത് ഒറ്റക്കാലിൽ മന്തുള്ള ആൾക്കാരെ കാറിനകത്തിരുന്നു കൊണ്ട് നിരന്തരം ചീത്ത പറയുന്നത് എന്ന് പറയുന്ന ആൾക്കാരും ചുരുക്കമല്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഈ കാര്യങ്ങൾ പറഞ്ഞു വീണ്ടും ഈ ചൊറിച്ചുരണ്ടി പുണ്ണാക്കുന്ന പരിപാടിയിലേക്ക് പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.